വന്നിരിക്കുകയാണ് നമ്മുടെ ഫൈനൽ എപ്പിസോഡ് ഓഫ് ATMന്റെ ഫൈനൽ എപ്പിസോഡിലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ കുക്കിങ്ങും കാര്യങ്ങളും അങ്ങനെ കുറെ വീഡിയോകൾ ഇടപെടിച്ച് വരുന്നതായിരിക്കും. ഇന്നത്തെ ഫൈനൽ വീഡിയോ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ ATMന്റെ എല്ലാ പരിപാടിയും തീരും. മീൻസ് എല്ലാ എപ്പിസോഡ്സും കഴിയും. വ്യൂസ് ഭയങ്കര കുറവാണ്, അതൊന്നും കുഴപ്പമില്ല. കണ്ടതത്രയും താങ്ക് യു സോ മച്ച് എല്ലാവരും കണ്ടതിന്. മീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4-ാം തീയതി അല്ല 5-ാം തീയതി നമ്മുടെ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മുടെ ഇതിൽ ഒരു ചെടി ഉണ്ടായിരുന്നത് അത് ശരിക്കും ഉണങ്ങിപ്പോയി. സോ അതുകൊണ്ട് നമ്മൾ 3 ചെടി സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരു ചെടി നമ്മൾ കൊടുത്തു വിടും. നമ്മുടെ ഫെയർവെല്ലിൽ കൊടുക്കാൻ പോകുന്ന കൊടുത്തു വിടും. ഓക്കെ, അപ്പോൾ നമുക്ക് ATM കാഴ്ച കാണാം അല്ലേ. അതെല്ലായിടത്തും കോഡ് കാണിക്കണം. ഈ പാസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം, നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രം നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും. ഇപ്പം എന്താ പറയുക, ഇത് വീണ്ടും ഇനി അടുത്തൊരു കോഡ് കാണിക്കണമെന്ന് തോന്നുന്നു. അവിടെ ഒരു ചേച്ചി എനിക്ക് അവിടെ കൊണ്ട് കാണിക്കണമെന്ന് തോന്നുന്നു. നമ്മൾ നടന്ന് നമ്മളുടെ അടുത്ത ഏതോ ഒരു രാജ്യത്തിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഈജിപ്റ്റ് ഉണ്ട്, ഇവിടെ മൊറോക്കോ ഉണ്ട്. എൻ്റെ ബാക്കിൽ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ മൊറോക്കോ ഉണ്ട്. ഞങ്ങൾ ദൂരെ ഫിലിപ്പീൻസ് ഉണ്ട്. അപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ നാടുണ്ടോ പോൾ ജോൺ, ഈ കമ്പനിയിൽ ഒരു കാലത്ത് വർക്ക് ചെയ്തതാണ്. ഐ വർക്ക്ഡ് ഇൻ ദിസ് കമ്പനി. I was working with that one. നമ്മൾ വർക്ക് ചെയ്ത ഒരു കമ്പനിയാണ് കുമരകം ലേക്ക് റിസോർട്ട്. ഓക്കെ, സോ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആക്ച്വലി പോൾ റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസിന് താഴെ വരുന്നതാണ്. കാരണം ലക്ഷറി ഹോട്ടലാണ്, ബൊട്ടീക്ക് ഹോട്ടലാണ്. ഹാപ്പി. ഇവിടെയുണ്ട്. സോ മിസ്റ്റർ ദീപേഷ് മേത്താനെ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ കാർഡാണ്. ആക്ച്വലി ഇത് തന്നെയാണ് അവിടെ എല്ലാവർക്കും ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഈ ഒരു കട്ട് കണ്ടോ, ഈ ഒരു കട്ടാണ് കുമരകത്തിലെ എല്ലാവർക്കും തന്നെ ഞാൻ കണ്ട എല്ലാവരുടെയും വിസിറ്റിംഗ് കാർഡ്സ് എല്ലാം ഇങ്ങനെയാണ്. സോ ദേ ഹാവ് ദെയർ ഓൺ എന്താ പറയുക, അവരുടെ ഒരു സ്റ്റൈലാണ് ഈ സംഭവം. ഓക്കെ, സോ ഞാൻ ഗിവിങ് ഇറ്റ്. നമുക്ക് ആവശ്യം വരും. എല്ലാവരും ഇരുന്ന് അവരുടെ കമ്പനിയുടെ പ്രോഡക്ട്സ് അവർ കൺവിൻസ് ചെയ്ത് വാങ്ങിപ്പിക്കുന്നു. വാങ്ങിപ്പിക്കുകയല്ല, പറയുകയാണ്. ഇതിൽ വാങ്ങണമെന്ന് കമ്പൽസറി ഒന്നുമില്ല. പക്ഷേ ഓരോരുത്തർ അവരുടെ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ അൽ റൈസ് ട്രാവൽ ഏജൻസീസ് ഉണ്ട്, എന്താ പറയുക, ഫ്ലൈറ്റ്സ് ഉണ്ട്, കുറേ ഉണ്ട്. ഒന്നും തീരുന്നില്ല. ഇവിടെ പിന്നെ ദുബായ് എക്സ്പോണ്ട് 2020 കുറേ ഡിസ്പ്ലേസ് ഇവിടെ ഇങ്ങനെ ഓടുന്നുണ്ട്. സോ എൻ്റെ പിറകിൽ തായ്ലാൻഡ് ഉണ്ട്, അവിടെ മാൽദീവ്സ് ഉണ്ട്, ഇവിടെ കൊറിയ ഉണ്ട്. നമുക്ക് കൊറിയയിൽ അവരുടെ കുറേ സംഭവമുണ്ട്. അവിടെ ഇന്തോനേഷ്യ ആണ് അങ്ങ് ദൂരെ കാണുന്നത്. ബാക്കിൽ മലേഷ്യ ഉണ്ടായിരുന്നുണ്ട്, മലേഷ്യ ടൂറിസം. അവരവരുടെ കുറേ സംഭവം കാണിക്കുന്നുണ്ട്. ഞാൻ എന്നെ വിഷ്വലി കാണിക്കുന്നത് കാരണം നമ്മൾ മറ്റുള്ളവർ ഷൂട്ട് ചെയ്തിട്ട് അവർക്കതൊരു പ്രശ്നമാക്കരുത്. അവിടെ ജപ്പാനുണ്ട്, ഇവിടെ കുറേ ഉണ്ട്. ബാക്കിൽ ജപ്പാനുണ്ട്. സോ ഇവിടെ മാൽദീവ്സിന് കുറേ ഡിസ്പ്ലേസ് ഉണ്ട്. ഇവിടെ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ മൊറോക്കോൻ്റെ കുറേ ഡിസ്പ്ലേസ് ഉണ്ട്. ഓക്കെ, ഡിസ്പ്ലേ എന്ന് വെച്ചാൽ അവിടെ ഒരു ഷാർക്കിനൊക്കെ തൂക്കിയിട്ടേക്കുന്നത്. ഇതവിടെ ഷാർക്ക് അത്രയും വലിയ ഷാർക്കൊക്കെ തൂക്കിട്ടോ. ഈജിപ്തിൻ്റെ മോഡലിൽ തന്നെ ഇത് ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു ഇതാണ്. അവരുടെ കുറേ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ എന്തായാലും ഓടിച്ചാണെന്ന് വെച്ചാൽ നമ്മളെ ഗോപ്രോയിൽ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 31 ഒക്ടോബർ 2020 എന്നൊക്കെ പറഞ്ഞ ഡേറ്റ്, 3 ഇനാഗ്രേഷൻ ദി ഗവൺമെൻറ്. ഈജിപ്തിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ഇവിടെ അസർബൈജാൻ്റെ കുറേ സംഭവമാണ്. അവരുടെ ഫ്ലൈറ്റ്സിന് അവരുടെ കൺട്രിയുടെ ട്രാവൽ ആൻഡ് ടൂറിസം അവർ പ്രൊമോട്ട് ചെയ്യാണ്. ഇവിടെ തുർക്കിഷ്. സോ എൻ്റെ റൈറ്റ് സൈഡിൽ തുർക്കിഷ് ഉണ്ട്. പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ജോർജിയയുടെ ടൂറിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, എന്തൊക്കെയുണ്ട് കുറേ അവരുടെ ലാംഗ്വേജ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ സൈഡിൽ ഇറ്റലി ഉണ്ട്. ഇവിടെ എല്ലാ കൺട്രി ഉണ്ടെന്ന് തോന്നുന്നു. ഇറ്റലി ഉണ്ട്. ഇവിടെ ഒന്നുമില്ല, ഈ സൈഡിലെ കൺട്രീസ് ഒന്നുമില്ല. ഓക്കെ,
പിന്നെ ഇതാ ഇവിടെ ഗ്രീസുണ്ട്, ഗ്രീസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ പോളണ്ട്, പോളസ്ക. പക്ഷേ എല്ലായിടത്തും എല്ലാവരും വന്നു പോയതുകൊണ്ട് ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നത്. അവിടെ ഇസ്രായേലുണ്ട്, ഇവിടെ ബൾഗേറിയ ഉണ്ട്. ഓക്കെ, ഇവിടെ ജർമ്മനി ഉണ്ട്. പക്ഷേ ജർമ്മനിയുടെ അത്ര ഒരു സെറ്റപ്പ് ഇല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. ജർമ്മനിയിലേക്ക് ആൾ കുറവാണ്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ അവിടെ അർമേനിയ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഇസ്രായേലും ഉണ്ട്, അർമേനിയ ഉണ്ട്. ഇവിടെ ഏത് കൺട്രി ആണോ അടുത്ത ട്രാവൽ ഫോർവേഡ്, ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞാൽ DCS ട്രാവൽ ടെക്നോളജി, അതെന്തോന്നും ഒരു പിടുത്തമില്ല. ഇനി എനിക്കൊന്നും എല്ലാം ട്രാവൽ ഇരിക്കുക. ഇവിടെ എന്തൊക്കെയോ ബഹളം വെക്കുന്നു ഗൈസ്. ട്രാവൽ കമ്പനീസാണ്. നോക്കോമി, ഫ്ലെക്സ്, iTrip. ഇവിടെ എന്തോ കോൺഫറൻസ് നടക്കുന്നുണ്ട്. അവിടെ വെർച്വൽ കോൺഫറൻസ് ഒക്കെ നടക്കുന്നുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കുറേ ആൾക്കാർ അതിനിടയിലൊക്കെ അമേഡിയസ് ഗൈസ്, അമേഡിയസിൻ്റെ ട്രാവൽ റിലേറ്റഡ് എന്തോ സംഭവമാണ്. പിന്നെ ഹിൽട്ടൺ ഉണ്ട്. നമ്മളെ തന്നെ പല ഹോട്ടൽസ് ഉണ്ട്. നമ്മളും ചെയ്യേണ്ടതാണ്, ചെയ്തിട്ടില്ല. ഹിൽട്ടൺ ഹോട്ടൽസിൻ്റെ അവരുടെ ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മാരിയറ്റിൻ്റെ കുറേ സംഭവം അവരിവിടെ വെച്ചിട്ടുണ്ട്. മേലിയ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ഇൻ്റർനാഷണൽസ് ഉണ്ട്. ഇവിടെ ഈ ഹോട്ടലിൻ്റെ പേരെന്താണ്, എന്തോ ഒരു പേരാണ്. റിമാർക്കബിളി അൺകോമൺ, സീക്ക് ദ ലീഡിങ് ഹോട്ടൽസ് ഓഫ് ദ വേൾഡ്. ഹിൽട്ടൺ LW ഇട്ടിട്ടുണ്ട്, മെലിയ ഇട്ടിട്ടുണ്ട്, മില്ലേനിയം ഹോട്ടൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ മൈനർ ഹോട്ടൽസ് ഇവിടെ അനന്തര അവനി എന്തൊക്കെയോ കുറേ ഹോട്ടൽസ് ഗ്രൂപ്പായിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇവിടെ HMM ഹോട്ടൽസ് ഉണ്ട്. എന്താല്ലേ മാരിയറ്റ് തന്നെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ സ്റ്റോൾ ഇടാനുള്ള സെറ്റപ്പ് ഉണ്ടാവും. സോ ഇവിടെ താജ് ഉണ്ട്, 4.5 ഷെറാട്ടൺ അവിടെ ഇങ്ങനെ എല്ലാം മുകളിൽ ഡിസ്പ്ലേ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അവരുടെ ലോഞ്ചസിൻ്റെ സെറ്റപ്പാണ് മുഴുവൻ. സോ ഇവിടെ ജുമേറ ഗ്രൂപ്പ്സിൻ്റെ ഹോട്ടൽസിൻ്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ. അർമേനി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ഉണ്ട്. കറങ്ങിയതാ അതിൻ്റെ അറ്റം വരെ എത്തി. ഇവിടെ എനിക്കൊന്ന് റോഗ് ഹോട്ടൽസ് ആണെന്ന് തോന്നുന്നു. സോ ഇത് റോഗ് ഹോട്ടൽസാണ്. ഇപ്പം നമുക്ക് അതിലേക്ക് ഇറങ്ങി വരാം. ഇതിവിടെ വീഡോ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ഉണ്ട്. വീഡോ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ഉണ്ട്. ഇതിൽ നടക്കുന്നത് തന്നെ വലിയ പാടാണ്. ഇവിടെ വീഡോ ഹോട്ടൽസ് ഉണ്ട്. ബാറ്ററി പിച്ചാവും. ഓക്കെ, 6 ഹോട്ടൽസ് ആൻഡ് സപ്പോർട്ട്സ്. പുതിയാന്ന് തോന്നുന്നു 6 ഹോട്ടൽസ്, കേട്ടിട്ടില്ല. പക്ഷെ എന്നാലും നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. 6 ഹോട്ടൽസ് ഉണ്ട്. സഫാരി ഉണ്ട്, സഫാരി ട്രാവലാണ്. പിന്നെ വിന്തമുണ്ട്, റമദാബ് വിന്തം, അങ്ങനെ അതിൻ്റെ വിന്തത്തിൻ്റെ ഹോട്ടൽസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. WA ഇൻ്റർനാഷണൽ ഉണ്ട്. സോ വിന്തം അവിടെയാണ്. വിന്തത്തിൻ്റെ ചെറിയൊരു സ്റ്റോളാണ്. പിന്നെ സലാല ഗാർഡൻസ് ഉണ്ട്, അത് ഒമാനിലെ ഹോട്ടൽസാണ്. സഫാരി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിന് താഴെ വരുന്നത്. ടൈം ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ഉണ്ട്. ഇതെവിടെ ടൈം ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഗൾഫ് ഹോട്ടൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അവർ കുറേ ബ്രാൻഡ്സും ആ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പരിപാടി നടത്തുന്ന റൊട്ടാന അവർ സ്പോൺസർ ചെയ്തിട്ട് റൊട്ടാന ഗ്രൂപ്പ്സിൻ്റെ ഇതുണ്ട്. പിന്നെ സെൻട്രൽ ഹോട്ടൽസ് ഉണ്ട്. എന്തുമാത്രം ഹോട്ടലാണ് ഇവിടെ. ഈ സൈഡിലൊന്നുമില്ല. ഇവിടെ ഇതുണ്ട്, സെൻട്രൽ ഹോട്ടലുണ്ട്. ഇവിടെ ഫ്രാസേഴ്സ് ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. ബേബിലോൺ ബുക്കിങ്സ് അങ്ങനെ ഉണ്ട്. പിന്നെ നമ്മൾ വിട്ടുപോയ കൺട്രി എന്ന് പറഞ്ഞാൽ
കൺട്രീസ് കുറച്ച് ബാലൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ബെലാറസ് ഉണ്ട്. അയ്യോ 2 മണി. സറബിയോ ഏതോ ഒരു കൺട്രിയാണ്. ഏത് കൺട്രിയാണ് ഈ ബാക്കിലുള്ളത് പെടുത്തുന്നുണ്ട്? മൊണ്ടിനീഗ്രോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. അവസാനം നമ്മൾ കറങ്ങി, മൊത്തത്തിലെല്ലാം കറങ്ങി വീഡിയോ എടുത്തു. ആക്ച്വലി ബാറ്ററി ഇപ്പം തീരും, 2% ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിഷ്വൽസ് ഇഷ്ടപ്പെടുന്ന കയറുന്നു. സംഭവം ബാറ്ററി ചാർജ് തീർന്നുകൊണ്ടാണ്. മീൻസ് ആക്ച്വലി ഞാൻ ബാക്കപ്പ് എടുത്തില്ല. ആക്ച്വലി ഒരു 30 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി നമ്മളത് കൂടുതൽ തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ വരെ നോക്കിയും ബൈ.